എല്ലാവർക്കും സൈനീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഹെൽത്തി ചമ്മന്തിയും അച്ചാറുമാണ് ഉണ്ടാക്കുന്നത്. 4 പഴുത്ത ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. അത് സാധാരണ മാങ്ങ ചമ്മന്തി അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കാം. ധാരാളം ഫൈബറും അയണും ഉള്ളതാണ്. ഇതിൻ്റെ പൾപ്പ് നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം. ചമ്മന്തി അരയ്ക്കുന്നതിന് ഒരു മുറി തേങ്ങ, ഒരു 6-7 ചുമന്നുള്ളി, ഒരു തണ്ട് കറിവേപ്പില, മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കഷ്ണം മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക് 3 എണ്ണം അരിഞ്ഞിടാം. കാന്താരി ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ മാറ്റി വെച്ച പൾപ്പും ചേർത്ത് ചമ്മന്തി അരച്ചെടുക്കാം. ഹെൽത്തിയായ ചമ്മന്തി റെഡിയായി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് ഇൻറ്റിമേഷൻ കിട്ടുന്നതായിരിക്കും. ഇന്ന് നമുക്ക് 2 എണ്ണത്തിൻ്റെ പൾപ്പെടുത്ത് അച്ചാറിടാം. 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടുമ്പോൾ 1 കുടം വെളുത്തുള്ളി വൃത്തിയാക്കിയതും 2 വറ്റൽമുളകും ചേർത്ത് വഴറ്റുക. നല്ലെണ്ണയാണ് അച്ചാറിന് നല്ലത്. ഇനി 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കുക. 2 പച്ചമുളകും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം പൊടികളെല്ലാം ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കളറിന് വേണ്ടി കാശ്മീരി ചില്ലി 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ കായം ഉലുവ അതിവിടെ വറുത്ത് പൊടിച്ചാണ്. ആവശ്യത്തിന് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും നമ്മൾ മാറ്റിവെച്ച പൾപ്പും ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അതിനുശേഷം തിളപ്പിച്ചാറിയ വെള്ളം 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, അച്ചാർ വേഗം കേടായി പോകും. ധാരാളം ഫൈബറും അയണും ഉള്ളതാണ്. കാഴ്ചശക്തിക്ക് നല്ലതാണ്, പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. ഇത് നമുക്ക് 1 കഷ്ണം ശർക്കരയും ചേർത്ത് കൊടുക്കാം. പുളിക്ക് വേണ്ടി ചെറിയൊരു മധുരം ആവശ്യമാണ്. ഇതിവിടെ കള്ളിൽ നിന്ന് കെട്ടിയുണ്ടാക്കിയ വിനീഗറാണ്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടേസ്റ്റിയായ അച്ചാർ റെഡിയായി. ചൂടാറുമ്പോൾ കഴുകി ഉണങ്ങിയ ബോട്ടിലേക്ക് മാറ്റാം. അയിലയും കൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം ചോറ് വിളമ്പാം. എത്ര കറിയുണ്ടെങ്കിലും ഈ ചമ്മന്തിയും അച്ചാറും കൂട്ടി ഉണ്ണാൻ പ്രത്യേക സുഖമാണ്. അച്ചാറിൻ്റെ ചൂടാറി നമുക്ക് കഴുകി ഉണങ്ങിയ ബോട്ടിലേക്ക് മാറ്റാം. ഇന്ന് നമുക്ക് ഊണ് വിളമ്പാം. നിങ്ങളും ട്രൈ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു ഡിഷുമായിട്ട് വരുന്നവരെ ബൈ.